ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു റിഫ്രഷിങ് ഡ്രിങ്കാണ്, ജിഞ്ചർ ലെമണേഡ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങ വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. അത് ചേർക്കണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ ജ്യൂസറിൽ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അടിച്ചെടുക്കുക, പിന്നീട് വേണ്ട ആ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജ്യൂസ് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഈ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അരിക്കണം നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ്, പുതിനയിലയില്ലേ, അതൊന്ന് ജസ്റ്റ് ചുമ്മാ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ല റിഫ്രഷിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ 1-2 കഷ്ണം നാരങ്ങ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ കുറച്ച് സോഡയും നമുക്ക് ചേർക്കണം. സോഡയ്ക്ക് പകരമായിട്ട് സാധാരണ വെള്ളമാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിലേക്ക് പ്ലെയിൻ സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ജിഞ്ചർ ലെമണേഡ് റെഡിയായി. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.